പ്രവാസികൾ സാമ്പത്തികമായി ചില മണ്ടത്തരങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ആ മണ്ടത്തരം മനസ്സിലാക്കുകയും അത് തിരുത്താൻ തയ്യാറാകുകയും ചെയ്താൽ നിങ്ങൾക്ക് വലിയ ലാഭമുണ്ടാക്കാൻ സാധിക്കും. ഇന്ത്യയിലെ ഇൻകം ടാക്സ് നിയമങ്ങൾ കൂടുതൽ കർശനമായി വരുന്നത് കൊണ്ട് തന്നെ നിർബന്ധമായും പ്രവാസികളും ഇനി പ്രവാസ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും അതുപോലെ പ്രവാസത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. കുടുംബത്തെ കരകയറ്റാനും നാടിനെ രക്ഷിക്കാനും കടൽ കടന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ഈ മണ്ടത്തരം ഒരിക്കലും പറ്റരുത്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, മറ്റൊരു രാജ്യത്ത് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവനും നാട്ടിലേക്ക് അയച്ചു കൊടുക്കരുത് എന്നാണ്. അതെങ്ങനെ ശരിയാകും? കുടുംബം നോക്കണ്ടേ എന്നൊക്കെയാകും ഇങ്ങനെ പറയുമ്പോൾ പലരും മറുപടി പറയുക. കുടുംബം നോക്കണ്ട എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്. എല്ലാ കാലത്തും മറ്റൊരു രാജ്യത്ത് തന്നെ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, കുറെ കാലം കഴിയുമ്പോൾ നാട്ടിൽ വന്നൊന്ന് സെറ്റിൽ ആകണമെന്ന തീരുമാനത്തിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നീക്കിയിരിപ്പ് നിർബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പണി കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനം എല്ലാവരോടും കൃത്യമായി വെളിപ്പെടുത്താതെ കുറച്ച് തുകയൊക്കെ സ്വർണം, വെള്ളി, ഓഹരി പോലുള്ള നിയമപരമായ മാർഗങ്ങളിലായി സ്വന്തം പേരിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ നിക്ഷേപം വളർന്ന് കുറേ കാലം കഴിയുമ്പോൾ വലുതായിട്ട് വരും. കുറേ കാലം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ ജോലി ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കേണ്ടേ? അതിനുവേണ്ടിയാണ് പ്രവാസികൾ നിക്ഷേപം ഒരു ശീലമായിട്ട് കാണണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, പല പ്രവാസികളും ഇപ്പോഴും നാട്ടിലെ സാധാരണ സേവിങ്സ് അക്കൗണ്ട് പല ട്രാൻസാക്ഷനും ഉപയോഗിക്കുന്നുണ്ട്. പ്രവാസികൾ അവരുടെ NRE അല്ലെങ്കിൽ NRO അക്കൗണ്ടുകൾ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നല്ല പണി കിട്ടും. നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് നിയമങ്ങൾ ശക്തമായി വരികയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സേവിങ്സ് അക്കൗണ്ട് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പണി നിങ്ങൾക്കും കിട്ടും. പ്രവാസികൾ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് പിടിക്കപ്പെട്ടാൽ ഫെമ റെഗുലേഷൻസ് അനുസരിച്ച് ഒരു ദിവസം വൈകിയാൽ 5000 രൂപയൊക്കെ വെച്ച് വൻ തുക തന്നെ ഫൈനായിട്ട് നൽകേണ്ടി വരും. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ സുരക്ഷയുടെ കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. പല പ്രവാസികളും അറിയാത്തതും മനസ്സിലാക്കാത്തതുമായ ഒരു കാര്യം കൂടിയാണ് ഇത്. പ്രവാസ നാട്ടിൽ ഇങ്ങനെ കുടുംബത്തിനായി അധ്വാനിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളായിട്ടുള്ള സ്വപ്നങ്ങളെല്ലാം അതോടെ തകർന്നു പോകില്ലേ? കുട്ടികളുടെ പഠിത്തവും വിവാഹവും വീട് വെക്കലും ഒക്കെ അവസാനിക്കും. മരിക്കണമെന്നില്ല, ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖം വന്നാലും നിങ്ങൾ സാമ്പത്തികമായി ഞെരുക്കത്തിലാകും. പ്രത്യേകിച്ച് പ്രധാന വരുമാന സ്രോതസ്സായ ഒരു പ്രവാസിയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൻ്റെ ആശ്രയവും അത്താണിയും ഒക്കെ ആ വ്യക്തിയായിരിക്കും അല്ലേ? അങ്ങനെ ഒരാളാണ് മരിക്കുന്നതെങ്കിലോ നിങ്ങൾ ഉണ്ടാക്കിയ ബാധ്യത പോലും പാവം കുടുംബാംഗങ്ങളുടെ തലയിലാകും. നിങ്ങളില്ലാത്ത ഒരു കാലത്ത് നിങ്ങളുടെ കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞെരുങ്ങണമെന്ന് ആരാണല്ലേ ആഗ്രഹിക്കുക? അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബത്തിന് വലിയ പരിരക്ഷ ഒരുക്കുന്ന NRI ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തു വെക്കണം. മാസം തോറും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി പൊടിച്ചു കളയുന്ന പൈസ ഇല്ലേ, ആ തുക മാത്രം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാൻ ഇപ്പോൾ അവസരമുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അതിലൊന്ന് പോയി നോക്കിയാൽ അറിയാം. 820 രൂപ പ്രീമിയത്തിൽ ആരംഭിക്കുന്ന 2 കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ കാണാവുന്നതാണ്. നിങ്ങൾക്ക് മരണം പോലുള്ള അത്യാഹിതം എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ നോമിനിക്ക് കിട്ടുന്ന ആ തുകയിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകും. ഇനി നിങ്ങൾക്ക് ക്രിട്ടിക്കലായ ഒരു അസുഖം വന്നാലും ആ സമയത്ത് സാമ്പത്തികമായി ഒരു കൈത്താങ്ങാകാൻ ഇത്തരം ഇൻഷുറൻസിന് സാധിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മറ്റൊരു രാജ്യത്തിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ 30 മുതൽ 50% കുറവ് തുകയാണ് അതിൽ വരുന്നത്. അതാണ് ഇന്ത്യയിൽ നിന്നും ടേം ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഗുണം. മാത്രവുമല്ല, ആനുവലി ആയി പ്രീമിയം അടച്ചാൽ 5% വരെ ഡിസ്കൗണ്ടും NRE അക്കൗണ്ട് ഉപയോഗിച്ച് പേ ചെയ്യുമ്പോൾ ലഭിക്കുന്ന 18% GST വേവറും അടക്കം 23% വരെ ഡിസ്കൗണ്ടും ലഭ്യമാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയുടെ ടേം ഇൻഷുറൻസ് ആയാലും ഈ വീഡിയോയുടെ കമൻറ്റിലെ ലിങ്കിൽ പോയി നോക്കാവുന്നതാണ്. ഏത് കമ്പനിയുടേത് എടുക്കണമെന്നൊന്നും ഇവിടെ ആരും പറയില്ല. പലർക്കും യോജിച്ച പ്ലാനുകൾ വ്യത്യസ്തമാകാം. അതുകൊണ്ട് നിങ്ങൾക്ക് മികച്ച കമ്പനിയുടെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് എടുക്കാൻ സാധിക്കണം. ടേം ഇൻഷുറൻസ് എടുക്കുന്ന ഭൂരിഭാഗവും ആഡ് ഓൺസ് എന്താണെന്ന് മനസ്സിലാക്കുകയോ അത് അവരുടെ പോളിസിയോടൊപ്പം കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിരവധി ആഡ് ഓണുകൾ ഇവിടെയുണ്ട്. അതിലൊന്നാണ് ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ. ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നയാൾ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു റൈഡർ കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്. ഈ ആഡ് ഓണിൻ്റെ ഗുണം എന്താണെന്ന് കൂടി ഞാൻ പറയാം. ഒരു പോളിസി ഹോൾഡർ 1 കോടിയുടെ ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് കരുതുക. അയാൾ മരണപ്പെട്ടാൽ അവകാശികൾക്ക് കിട്ടുക 1 കോടി രൂപ ആയിരിക്കുമല്ലോ. എന്നാൽ 50 ലക്ഷം രൂപയുടെ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവകാശിക്ക് കിട്ടുന്നത് 1.5 കോടി രൂപയായിരിക്കും. ട്രാഫിക് ആക്സിഡൻറ്റ്, എയ്റോപ്ലെയിൻ ക്രാഷസ്, തീപിടുത്തം, പിന്നെ എന്തെങ്കിലുമൊക്കെ വീഴ്ചയിൽ സംഭവിച്ച പരിക്ക് മൂലമുള്ള മരണമൊക്കെ ആക്സിഡൻ്റൽ ഡെത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവിടെ എല്ലാത്തിൻ്റെ ഫീച്ചേഴ്സും ഈസിയായി പരസ്പരം കമ്പയർ ചെയ്യാവുന്നതാണ്. അതിൽ നിന്നെടുക്കുന്ന
ടേം ഇൻഷുറൻസിന് ക്ലെയിം അസിസ്റ്റൻസും അവർ തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രവാസികൾ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ ഉറപ്പായും ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ നിയമപരമായുള്ള അക്കൗണ്ടുകളാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് NRO, NRE അക്കൗണ്ടുകൾ തന്നെ വെക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന പണം മുഴുവനും കുടുംബത്തിന് വേണ്ടി ചെലവാക്കാതെ കുറച്ച് പണം നിങ്ങൾക്ക് പ്രായമായാൽ ഉപയോഗിക്കാനുള്ള രീതിയിൽ മാറ്റിവെക്കണം. പ്രായമായാലും ആരെയും ആശ്രയിക്കാതെ ആരുടെയും ബാധ്യതയായി മാറാൻ ഇഷ്ടമില്ലാതെ ജീവിക്കണമല്ലോ. മൂന്നാമത്തെ കാര്യം, കുടുംബത്തിന് വേണ്ടി നാട്ടിൽ ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക എന്നതാണ്. ടേം ഇൻഷുറൻസും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പം അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നും അതിനുള്ള ലിങ്കൊക്കെ ഞാൻ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഈ വീഡിയോ മറ്റ് പ്രവാസി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.